അതിൻ്റെ പ്രശ്നം വരുമ്പോഴേക്കാണ് നമ്മളെ ഇടയ്ക്ക് വിസ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്ത് കേസൊക്കെ വെക്കണേ. അങ്ങനെ തന്നെ എനിക്കുണ്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കലാഭവന് തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, 1987 തൊട്ടുള്ള കലാഭവൻ്റെ വിദേശ പര്യടനങ്ങൾ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലാണ്ട് ഞാനായിട്ടൊരു തട്ടിപ്പ് നടത്തിയേക്കണില്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കലാഭവനാണ്. ഞാൻ ഈ ബാലഭാസ്കർ കേസിലൊക്കെ വിജയിച്ചു വന്ന ഒരു സമയം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ആ സമയത്ത് ബാക്കി ഞാൻ പറയാം. ഇത്രയും തസ്തികയിൽ കലാഭവനിൽ വഹിച്ചിട്ട് ഇത്രയും വർഷം നിന്നേക്കണ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. പിന്നെ എന്നോടാണ് ഇവർ കലാഭവൻ്റെ പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് പണ്ട് എപ്പോഴോ പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്ടല്ലോ, പറയണേ അവന് ഓർമ്മയുണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. ലൈറ്റ് വിത്ത് മ്യൂസിക് എന്നാ പറയണ്ടേ. ഇപ്പോഴത്തെ ഗാനമേളകൾ കാണുന്നത് ഈ ലൈറ്റ് വിത്ത് മ്യൂസിക്കാണ്. ഒരു തർക്കമില്ല. അതിന് എന്ത് കമന്റ് വന്നാലും എനിക്ക് കുഴപ്പമില്ല. സിനിമ ഒന്നല്ല, 2 സിനിമ, ഒന്ന് ചേട്ടന്റെ ജീവിതകഥ സിനിമയാവാൻ പോകുന്നു എന്ന് കേട്ടു. അതെന്താണ് കാര്യം? ഒരു മനുഷ്യന്റെ ഗതികേടാണ് ഈ സിനിമയിലേക്ക് എത്തിക്കുന്നത്. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഈ ബാലഭാസ്കർ കേസിൽ ഇറങ്ങിയിട്ട് അത് അവസാനം നമ്മുടെ 6-ാം തമ്പുരാനിലെ ലാലേട്ടൻ ഇന്നസെന്റേട്ടൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഭരതനസൈ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേമാതിരി ഞാൻ CBIക്കാരുടെ അടുത്തും എല്ലായിടത്തും പറയുന്നുണ്ട്, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുന്നു. ഇവരാരും അതിന് തയ്യാറാവുന്നില്ല. പക്ഷെ ആ പടം വന്ന് നിൽക്കുന്നത് ബാലഭാസ്കറിന്റെ അപകടം ഞാൻ കാണുന്ന സീനിലാണ് വന്നിരിക്കുന്നത്. ഈ കാർ ആക്രമിക്കപ്പെടുന്ന ഒരു സീനിൽ വെച്ചിട്ട് ആ പടം ഞങ്ങൾ നിർത്തണത്. ഈ പടം ചെയ്യുകയാണെങ്കിൽ സോബിയുടെ വേഷം സോബി തന്നെ ചെയ്തു. അപ്പോൾ ഇത് കേൾക്കണ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ കലാഭവൻ സോബി എന്ന് ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ കലാഭവൻ സോബി എന്നുള്ള ഫേസ്ബുക്കിൽ എൻ്റെ നമ്പർ ഇട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പിൽ ഇട്ട് തന്നാൽ നമുക്ക് നോക്കാം. അപ്പോൾ 2025 എല്ലാം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ആ കൂടെ തന്നെ ബാലഭാസ്കർ കേസിൽ ഒരു നല്ല റിസൾട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എൻ്റെ ഒപ്പം തന്നെ ബാലുവിൻ്റെ അച്ഛനും അമ്മയും വളരെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കേസിനൊന്നും പോകേണ്ടിയിരുന്നില്ല, ഒരു എവിഡൻസ് ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇന്ന് എൻ്റെ കൂടെ മൂവി മാജിക്കില് കലാഭവൻ സോബി ചേട്ടനാണ് ഉള്ളത്. നമസ്കാരം. ഇപ്പൊ ഇങ്ങനെ ചാനലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണല്ലേ? അപ്പൊ എനിക്ക് ചേട്ടന്റെ ഈ കലാജീവിതത്തെ പറ്റിയാണ് ചോദിക്കാനുള്ളത്. എപ്പോഴാണ് കലാജീവിതത്തിലേക്ക്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം? ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ കലാഭവനിൽ ആബലച്ചൻ്റെ കൂടെ എത്തിയതാണ്. അതിൽ നമ്മൾ ജൂനിയർ ട്രൂപ്പിൽ, കലാഭവൻ എന്ന ജൂനിയർ ട്രൂപ്പ് ഉണ്ട്, അതിൽ തബലിസ്റ്റായിട്ടാണ് വന്നത്. അതിന് പിന്നെ ട്രൂപ്പ് നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്യൂണായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ മഹാനായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നല്ലൊരു റെക്കോർഡിസ്റ്റ് ഉണ്ട്, രാമു എന്ന് പറഞ്ഞ ചേട്ടൻ. രാമു ചേട്ടൻ്റെ കൂടെ കലാഭവൻ്റെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ നടക്കുന്ന സമയത്ത് അച്ഛൻ തന്നെ ഗാനമേളയ്ക്ക് അസിസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട്, സ്റ്റുഡിയോയിൽ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഗാനമേള സൗണ്ട് ഓപ്പറേറ്ററായി, മിമിക്സ് പരേഡിൻ്റെ ആയി, സ്റ്റുഡിയോയിലെ റെക്കോർഡിസ്റ്റായി, സീനിയർ ഗ്രേഡ് റെക്കോർഡിസ്റ്റായി, പ്രോഗ്രാം കോർഡിനേറ്ററായി, അതിൻ്റെ ഡയറക്ടറായി. ഇതെല്ലാം അച്ഛൻ നമുക്ക് ദാനമായിട്ട് തന്നാണ്. അങ്ങനെ കലാഭവൻ്റെ മാനേജിങ് കമ്മിറ്റി മെമ്പറിൽ ഓഫീസ് ബെയറേഴ്സിൽ മെയിൻ ഒരാളായി. ആബലച്ചൻ ഇന്ന് കസേര ഒഴിച്ച് ബാക്കി എല്ലാ തസ്തിയിലും ഞാൻ വഹിച്ചിട്ടുണ്ട്. ആബലച്ചൻ വന്ന ശേഷം കുറേ ആഭ്യന്തര പ്രശ്നങ്ങൾ കലാഭവനിലുണ്ടായി. അതിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിലല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ കയ്യിലാണ് അത് നിൽക്കുന്നത്. അതിന് കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പ്രശ്നം വരുമ്പോഴേക്കാണ് നമ്മളെ ഇടയ്ക്ക് വിസ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്ത് കേസൊക്കെ വെക്കണേ. അങ്ങനെ തന്നെ എനിക്കുണ്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കലാഭവന് തന്നെയാണ്. അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, 1987 തൊട്ടുള്ള കലാഭവൻ്റെ വിദേശ പര്യടനങ്ങൾ അന്വേഷിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അതല്ലാണ്ട് ഞാനായിട്ടൊരു തട്ടിപ്പ് നടത്തിയേക്കണില്ല. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കലാഭവനാണ്. അത് എപ്പോഴെങ്കിലും കലാഭവൻ അതിൻ്റെ പൈസ എനിക്ക് തന്ന് തീർക്കേണ്ട വരും. അത് ഞാൻ ഈ ബാലഭാസ്കർ കേസിലൊക്കെ വിജയിച്ചു വന്ന ഒരു സമയം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ആ സമയത്ത് ബാക്കി ഞാൻ പറയാം. അപ്പം അങ്ങനെയുള്ള സമയത്താണ് ഇടയ്ക്ക് കലാഭവൻ്റെ പേര് ഇത്രയും തസ്തികയിൽ കലാഭവനിൽ വഹിച്ചേക്കണ ഒരാൾ, ഇപ്പം 45 വർഷമായി കലാഭവൻ്റെ ഒപ്പമായിട്ട്, ഇത്രയും തസ്തികയിൽ കലാഭവനിൽ വഹിച്ചിട്ട് ഇത്രയും വർഷം നിന്നേക്കണ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. പിന്നെ എന്നോടാണ് ഇവർ കലാഭവൻ്റെ പേര് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് പണ്ട് എപ്പോഴോ പത്രസമ്മേളനം നടത്തി പറയുന്നുണ്ട്. അതൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ്ടല്ലോ, പറയണേ അവന് ഓർമ്മയുണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ കലയിലൊന്നും, അത് ഒരു പഴയ കലാഭവൻ്റെ ഒരു മിമിക്രിക്കാരനാണ് എൻ്റെ പിന്നിൽ. അയാൾ മാത്രമാണ് ഫീൽഡിൽ ഒന്നും ആയിട്ടില്ല. ഈ പറഞ്ഞ സിദ്ദിഖ് ലാൽ ഒട്ടുങ്ങൾ പോകുന്ന ഈ ലാസ്റ്റുള്ളവരുടെ ഒപ്പം വരെ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അയാൾ ഇന്നും ഒരു സ്ഥലത്ത് എത്തിയിട്ടില്ല. അതിൻ്റെ അസൂയയായിരിക്കും അയാൾ ചെയ്യുന്നത്. നമുക്കതൊന്നും പ്രശ്നമില്ല. പിന്നെ ബാക്കി ഈ ഗാനമേള നമ്മൾ പറയുമ്പോൾ കലാഭവൻ്റെ ഗാനമേള എന്ന് പറഞ്ഞാൽ 18 പീസ് ഓർക്കസ്ട്രയാണ്. ഇപ്പോൾ എല്ലാ ഗാനമേള ട്രൂപ്പും 6 അല്ലെങ്കിൽ 8 പീസ് ഓർക്കസ്ട്രയോ അല്ലെങ്കിൽ 4 പാട്ടുകാരുള്ളൂ. ഇവരാരും പരിപാടി മോശമായി എന്നല്ലാട്ടോ പറഞ്ഞു. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, കേൾക്കണവരും തെറ്റിദ്ധരിക്കണ്ട. എല്ലാവരും പരിപാടികളും നല്ല. പക്ഷേ
ഞങ്ങൾ 18 പീസ് ഓർക്കസ്ട്ര ആയിട്ടാണ്. പക്ഷേ ഇവരോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഈ പാട്ട് പാടുന്ന ആൾക്കാരെക്കാൾ കുറച്ചുകൂടി മുന്നിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഓർക്കസ്ട്രക്കാർ. അത്രയും അധ്വാനിച്ചിട്ട് പഠിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ പ്രാക്ടീസ് ആയിട്ടാണ് അവർ സ്റ്റേജിലേക്ക് തന്നെ. അവരെ കാണാൻ പാടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഗാനമേള നടക്കുന്നത്. പല സ്ഥലത്തും കൊല്ലം സൈഡിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യിച്ചു തുടങ്ങി. ഇപ്പൊ പല ഗാനമേള ട്രൂപ്പുകാരും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഗാനമേള നടത്താൻ പറഞ്ഞ് പരാജയമായിരിക്കും അവരുടെ ഗാനമേള. എല്ലാം ലൈറ്റിൽ നിന്നിട്ട് അപ്പൊ ഈ പാട്ടുകാർക്ക് മാത്രമാണ് അവർ ഇമ്പോർട്ടന്റ് കൊടുക്കണേ. അതൊരിക്കലും ശരിയല്ല. പുറകിൽ നിൽക്കുന്ന കലാകാരന്മാരെ അതിന് സമ്മതിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ ട്രൂപ്പിൽ തന്നെ ആർട്ടിസ്റ്റുമാരെ ഞാൻ വളരെ മാന്യമായിട്ട് ജനങ്ങളെ കാണിച്ച് ജനങ്ങളെ പ്രസന്റ് ചെയ്ത് അതിന് 2 തട്ട് സ്റ്റേജൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഒരു നേരം ഓർക്കസ്ട്ര, ബാക്കിയുള്ള തട്ട് ആ സ്റ്റേജ് ഞങ്ങൾ കൊണ്ടുപോവാ. അത്രയും മനോഹരമായിട്ടാണ് ഞങ്ങൾ പരിപാടിക്ക് പോകണം. നന്നായിട്ട് പരിപാടി. എനിക്ക് തോന്നുന്നു ഇപ്പൊ വരുന്ന ന്യൂ ജനറേഷൻ ബാൻഡ് ഒക്കെ കുറച്ചും കൂടെ. അല്ല, ബാൻഡൊന്നും നമ്മുടെ ഉത്സവപ്പറമ്പിലൊന്നും നടക്കില്ല. അല്ലല്ല, അങ്ങനത്തെ നടക്കില്ല. അത് ന്യൂജൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവര് അല്ല, ഞാൻ പറഞ്ഞ ന്യൂജൻ ആൾക്കാരെ നമുക്ക് എതിർപ്പില്ല. അത് ന്യൂജൻ ഇപ്പൊ മാഡം പറഞ്ഞ മാതിരി ബാൻഡ് ന്യൂജൻ ഇപ്പൊ ബാൻഡ് സെറ്റ് ബാൻഡ് പെറ്റ ബാൻഡ് അല്ല കേട്ടോ, മ്യൂസിക് ബാൻഡ് അത് അതുമായിട്ട് നടക്കുന്നവർ അവരുടെ അന്തസ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഗാനമേള എന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഈ ബാൻഡ് ചെയ്യണ പണി ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പൊ ശരിക്കും ഇപ്പൊ ഗാനമേള എന്നല്ല, ലൈറ്റ് വിത്ത് മ്യൂസിക് എന്നാ പറയണ്ടേ. ഇപ്പോഴത്തെ ഗാനമേളകൾ കാണുന്നത് ഈ ലൈറ്റ് വിത്ത് മ്യൂസിക്കാണ്. ഒരു തർക്കമില്ല. അതിന് എന്ത് കമന്റ് വന്നാലും എനിക്ക് കുഴപ്പമില്ല. ലൈറ്റ് വിത്ത് മ്യൂസിക്. അതിപ്പോ കൊല്ലം സൈഡിലൊക്കെ അമ്പലക്കാർ ലൈറ്റ് വേണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. ഈ മടുക്കല് ഈ ഫുൾ ടൈം ഇങ്ങനെ ലൈറ്റ് വിട്ട് പുകയിട്ടിട്ട് തുടങ്ങുമ്പോൾ ആരാണ് ഇൻസ്ട്രുമെന്റ് വായിക്കണം, വലിയൊരു വായിക്കണ്ടോ, ചുമ്മാ ഇരിക്കണം, ഇതൊന്നും അറിയാൻ പറ്റണില്ല. അപ്പൊ ആ ഒരു പരിപാടി ഇന്നല്ലെങ്കിൽ നാളെ നിന്നു പോകും. അപ്പൊ അതിനൊക്കെ എതിരായിട്ടാണ് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടാണ് പോണത്. നമ്മുടെ ഗ്രൂപ്പ് നന്നായിട്ട് തന്നെ പോണത്. ഇപ്പൊ നേരത്തെ ആ ഒരു തുടക്കം പറഞ്ഞതിൽ തന്നെ സ്റ്റെപ്പായി പടിവെച്ച് കയറി ഓരോ തസ്തികയിലേക്ക് അങ്ങനെ 13 വയസ്സ് തുടങ്ങിയപ്പോ 45 വർഷമായി, 57 വയസ്സുമായി. ഇത്ര നിന്നെ എന്നെ അങ്ങനെ വെക്കുന്ന തോപ്പിക്കാൻ പറ്റില്ല. ചേട്ടൻ ഈ കോൺഫിഡൻസ് ആണ് പല ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ മൊത്തം ആ കോൺഫിഡൻസിനെ അഭിനന്ദിച്ചുകൊണ്ട്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇപ്പൊ ഈ 6 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴാണ് നല്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് പറയില്ല. പക്ഷെ ഇതിനു മുമ്പ് വന്ന കമന്റുകൾ വളരെ മോശമായിട്ടുള്ള, ഞാൻ തന്നെ ഓർത്തുണ്ട് എന്നെ കുറിച്ച് എന്തിനാ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞത്. ആകപ്പാടെ എനിക്കുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ വിസ സംബന്ധമായിട്ടുള്ള സാമ്പത്തിക കേസേ ഉള്ളൂ, അതല്ലാണ്ട് അടിപിടി കേസല്ല. അത് നമ്മൾ ഉണ്ടെന്ന് സമ്മതിച്ചാണ്, ഞാൻ ഒളിച്ചോടിയെന്നല്ല പറഞ്ഞത്. പക്ഷെ അതിന്റെ ഉത്തരവാദിത്തം ഉള്ളത് കലാഭവനാ, അതിന്റെ അങ്ങ് അറ്റം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കേസിൽ നമുക്ക് ഒരു കുറ്റബോധം എന്നെ സംബന്ധിച്ചില്ല. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേട്ടനെ പറ്റി കേട്ടിട്ടുള്ള ഒരു കാര്യം, ഒരു സിനിമ, ഒന്നല്ല 2 സിനിമ, ഒന്ന് ചേട്ടന്റെ ജീവിതകഥ സിനിമയാവാൻ പോകുന്നു എന്ന് കേട്ടു. അതെന്താണ് കാര്യം? ഒരു മനുഷ്യന്റെ ഗതികേടാണ് ഈ സിനിമയിലേക്ക് എത്തിക്കുന്നത്. അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. കാരണം ഈ ബാലഭാസ്കർ കേസിൽ ഇറങ്ങിയിട്ട് അത് അവസാനം നമ്മുടെ 6-ാം തമ്പുരാനില് ലാലേട്ടൻ ഇന്നസെന്റേട്ടൻ്റെ അടുത്ത് പോയി പറയണ്ടേ, ഭരതനസൈ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതേമാതിരി ഞാൻ CBI-ക്കാരുടെ അടുത്തും എല്ലായിടത്തും പറയണ്ടേ, എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുന്നു. ഇവരാരും അതിന് തയ്യാറാവുന്നില്ല. എനിക്ക് ബ്രെയിൻ മാപ്പ് ചെയ്യുകയാണെങ്കിൽ ലൈവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സമ്മതിക്കുള്ളൂ, ലൈവ് ടെലികാസ്റ്റ് ഉണ്ടെങ്കിൽ. അപ്പൊ ഈ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മൾ പറയില്ലേ, ആൾക്കാരുടെ പേരും പറയും. അപ്പൊ ആരോട് എന്നോട് ശത്രുത ആർക്കും ഉണ്ടാവില്ല, അതിനവർ സമ്മതിക്കില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാനൊരു സിനിമ ചെയ്യുന്നത്. അപ്പൊ സിനിമയിലൂടെ ആൾക്കാരുടെ പേര് പറഞ്ഞില്ല, ആക്ച്വലി ഉണ്ടായ സംഭവങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കുറേ പടങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, 200-300 മുകളിൽ പടങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പാട്ടും ഇതൊക്കെ ആയിട്ട് റെക്കോർഡ് ഉണ്ട്. ഞാൻ ഇന്നുവരെ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ പണിയല്ല. പലരും പല ചാൻസുകൾ ചോദിന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴും സ്റ്റേജിന്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മതി എന്നുള്ള ഇതിൽ തന്നെ. അപ്പോൾ ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു കഥ ഒന്ന് ചെയ്യാമെന്ന് ഓർത്തുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ആദ്യം നമ്മളൊരു വലിയ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പം ഈ 45 വർഷം കലയിൽ ഇത്രയും ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു കല എടുത്തു കഴിഞ്ഞിട്ട് അതിന് പരാജയം സമ്മതിക്കാൻ പാടില്ല. കാരണം ഇത്രയും ആൾക്കാർ ചോദിക്കില്ല, അവന് വലിയ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കില്ല. അപ്പോൾ ആദ്യം ഞാൻ ഒരു OTT റിലീസ് ചെയ്യാൻ പറ്റും ചെറിയൊരു പടം, ഒരു 1.25 മണിക്കൂർ 1:45 വരാൻ പറ്റും. അത് എൻ്റെ സുഹൃത്ത് കലാഭവൻ സജീവൻ എന്ന് പറഞ്ഞു, പെരുമാപൂരിലെ കലാഭവൻ സജീവനാണ് എൻ്റെ കഥ. പുള്ളി തിരക്കഥയും ഡയറക്ഷനും പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പേരിട്ടിട്ടില്ല. അത് ഏപ്രിൽ 1-ാം തീയതി ഷൂട്ട് തുടങ്ങും അതിൻ്റെ അത്. അപ്പോൾ അത് നമ്മൾ ഈ കലാഭവനിലെത്തിയ കാര്യം, എൻ്റെ ജീവിത ശൈലിയും കാര്യങ്ങളും എല്ലാം കൂടി വന്നിട്ട്, പക്ഷെ ആ പടം വന്ന് നിൽക്കുന്നത് ബാലഭാസ്കറിൻ്റെ അപകടം ഞാൻ കാണുന്ന സീനിലാണ് വന്ന് നിൽക്കുന്നത്. ഈ കാർ ആക്രമിക്കപ്പെടുന്ന ഒരു സീനിൽ വെച്ചിട്ട് ആ പടം ഞങ്ങൾ നിർത്തണത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെയാണ് ഈ ബാലഭാസ്കറിന്റെ അപകടം. നമ്മൾ എന്താണ് ഉണ്ടായത്, പുള്ളിക്ക് പിന്നെ എന്താണ് സംഭവിച്ചത്, കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചവർ. ബാലുവിന്റെ ജീവിതകഥയിലേക്കൊന്നും ഞങ്ങൾ പോണില്ല, കാരണം അത് നമുക്ക് പറയാനും അറിയാനും പാടില്ല. കാരണം ഞാൻ അവിടെ കണ്ടത് തൊട്ട്
നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയുള്ള കോടതിയിലും മറ്റുള്ളവരതൊക്കെ നടന്ന ക്രൈസിസും അട്ടിമറിക്കാൻ നടന്ന കാര്യങ്ങൾ, എനിക്കുള്ള ഭീഷണികൾ, ഇതൊക്കെ കൂടിയിട്ട് നമ്മളൊരു സിനിമ, അതിൻ്റെ പേര് CBI കോർട്ട് ഡയറി. ആരും മറക്കണ്ട, CBI കോർട്ട് ഡയറി. മലയാളത്തിൽ CBI കോർട്ട് ഡയറി. മലയാളത്തിലും തമിഴിലും എല്ലാ അത്യാവശ്യം അറിയപ്പെടുന്ന സീനിയർ നടന്മാരൊക്കെ ഉണ്ട്. മലയാളത്തിന്റെ ഒരു എന്തോ ബിഗ് ബഡ്ജറ്റ് പടം തന്നെയായിരിക്കും. ഭയങ്കര ബഡ്ജറ്റ് ഒന്നും അല്ല, എന്നാലും ഈ മലയാളത്തിന്റെ ഒരു സീനിയർ സൂപ്പർ സംവിധായകൻ ആണ് ആ പടം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ പറയില്ല, അതൊക്കെ സസ്പെൻസ്, അതൊക്കെ അദ്ദേഹം ഒക്കെ കൂടി നമുക്കൊരു വലിയൊരു മീറ്റിംഗ് വെക്കാം. അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്യണ, എല്ലാം സംസാരിച്ച് നിൽക്കണതാണ്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വെള്ളി നക്ഷത്രത്തിലെ അരുണും പുള്ളിയുടെ ഒരു സുഹൃത്തും കൂടിയാണ് അതിന്റെ തിരക്കഥ ചെയ്യുന്നത്. എല്ലാം സംസാരിച്ച് നിൽക്കുന്നത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 2025 തന്നെ 2 പടം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ ഒന്നും എൻ്റെ ജീവിതാഭിലാഷമൊന്നും അല്ല കേട്ടോ. അത് സിനിമ പിടിച്ച് കോടീശ്വരനാവാൻ അങ്ങനെ വേണ്ടിയിട്ടല്ല, ഒരു സത്യം കാണിക്കാൻ വേണ്ടിയിട്ട് ആ 2 പടവും പിടിക്കും. ഞാൻ ഇതിൻ്റെ അകത്ത് അഭിനയിക്കണില്ല എന്ന് പറഞ്ഞാൽ ജീവിതകഥ നമ്മൾ രണ്ടാമത് വെച്ചാൽ ആദ്യം CBI കോർട്ട് ഡയറിയിൽ വെച്ചപ്പോൾ എൻ്റെ ഡയറക്ടർ സാർ പറഞ്ഞു, സോബി ഈ പടം ചെയ്യുകയാണെങ്കിൽ സോബിയുടെ വേഷം സോബി തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞു അത് നല്ല ആൾക്കാരെ കൊണ്ട് അഭിനയിപ്പിക്കുക. അപ്പം ഞാൻ അതിൽ നമ്മൾ പോയിട്ടില്ല, അല്ല കലാപം സോബിയുടെ ഫേസ് എല്ലാവരുടെയും മുഖത്തുണ്ട്. അപ്പം അതുകൊണ്ട് സോബി അഭിനയിച്ചാലാണ് നടക്കുള്ളൂ. അപ്പം ഞാനൊരു കണ്ടീഷൻ പറഞ്ഞു, സാറ് ഞാൻ വേറെ സാറിന് ഒരു കാര്യത്തിലും കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ വേറെ ഒന്നിലും ഞാൻ ഇടപെടില്ല, പക്ഷേ ഈ സിനിമ വരുവാണെങ്കിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ നായികനെ ഞാൻ തന്നെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്തോടോ അങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് കാര്യമുണ്ട്. പറഞ്ഞു, എടോ ഇത് ഈ ഇങ്ങനത്തെ ഒരു കഥയാകുമ്പോൾ ജനം കാണും, ഇതിന് വലിയ പബ്ലിസിറ്റി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പടം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ജനം കയറി കാണും, OTTയിലോ തിയേറ്ററിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി കാണും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് വന്ന് അഭിനയിക്കാനായിട്ട് ഒത്തിരി പേര് ഇപ്പം സിനിമാ ഫീൽഡിൽ നിൽക്കണ ആക്ടേഴ്സ് തയ്യാറാവും, അവർ വന്ന് അഭിനയിച്ച് തരും. അപ്പം ഞാൻ പറഞ്ഞു ശരി, അവർ വന്ന് അഭിനയിച്ച് തരുമെന്നല്ലേ സാർ പറഞ്ഞു. അവരഭിനയിക്കും, ഞാൻ അഭിനയിക്കില്ല, അതാ പ്രശ്നം എന്ന് പറഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ ചെയ്യാൻ പോണത്. ഇപ്പം ഇത് കഴിഞ്ഞാൽ പോലും നമ്മുടെ ഒരു ജീവിതകഥ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്രീനിലേക്ക് വന്നിടത്തിൽ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണേ. അപ്പം 2 പേരും പുതിയ നായികമാരാകുമ്പോൾ ഞാൻ ആയിട്ടുള്ള കോമ്പിനേഷൻ കോംപ്രമൈസ് ചെയ്യും ഡയറക്ടർ. അല്ലെങ്കിൽ സാറിന് 2 ടേക്ക് വരുമ്പോൾ ദേഷ്യം വരും. ഇപ്പം 2 പേരും തെറ്റുമ്പോൾ ദേഷ്യം വരുമല്ലോ എന്നൊരു സരസമായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു 30നും 40നും ഇടയ്ക്ക് പ്രായം തോന്നിക്കുന്ന ആൾക്കാരെ തിരയുണ്ട്. കാരണം വെച്ചാൽ പ്രായം തോന്നിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 30 വയസ്സിൻ്റെ ആൾ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 30 വയസ്സുള്ള ആളെ ചിലപ്പോൾ കാണുമ്പോൾ 45 വയസ്സ് തോന്നും. ചിലപ്പോൾ 30 വയസ്സുള്ള ആൾ കാണുമ്പോൾ നമുക്ക് 20 വയസ്സാ തോന്നിക്കോളും. അപ്പോൾ ഈ പ്രായം തോന്നിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഇത് കേൾക്കണ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ കലാഭവൻ സോബി എന്ന് ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ കലാഭവൻ സോബി എന്നുള്ള ഫേസ്ബുക്കിൽ എൻ്റെ നമ്പർ ഇട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പിൽ ഇട്ട് തന്നാൽ നമുക്ക് നോക്കാം. അതിലൂടെ ഒരു പരസ്യം കൂടി പറഞ്ഞു പോയതാണ്. അവർക്ക് പറ്റിയ റോളാണെങ്കിൽ, അവർക്ക് പറ്റണയാണെങ്കിൽ, നമ്മുടെ നായികയായിട്ട് അഭിനയിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എടുക്കും. അപ്പൊ എപ്പോഴാണ് അതിന്റെ ഷൂട്ടൊക്കെ തുടങ്ങുന്നത്? അതിപ്പോ മറ്റേ നമ്മുടെ ജീവിതകഥ സിനിമ അവന് പേരിട്ടിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, കലാഭവൻ സജീവൻ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ അത് ഏപ്രിൽ 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ഷൂട്ട് തുടങ്ങാമെന്ന് ഓർത്തുകൊണ്ടിരിക്കണം. അത് ഇപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈയിലൊക്കെ ആകുമ്പോഴത്തേനും അത് ഇറങ്ങും. OTT റിലീസല്ലേ അല്ലേ. മറ്റത് അത് കഴിഞ്ഞിട്ട് ഓണത്തിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഓർത്തോണ്ടേ ഇരിക്കുന്നത്. ഇന്ന് സ്പീഡിൽ പോയിട്ട് നമ്മൾ ബാല് മരിച്ചതിൻ്റെ 7 വർഷം തികയണ 2025 ഒക്ടോബർ 2-ാം തീയതി. അപ്പോൾ ആ ഡേറ്റിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നുണ്ട്. ഉറപ്പ് പറയാൻ പറ്റില്ല. റിലീസ് ചെയ്യാനായിട്ട് നോക്കണ്ട്. ഇപ്പം അഥവാ ഈ പടത്തിൻ്റെ എന്തെങ്കിലും വലിയ താമസങ്ങൾ വന്നാൽ അതനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരും. എന്തായാലും ഈ 2025 തന്നെ 2 പടം ചെയ്തു തീർക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. സാധിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 2 പടവും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനത്തെ കേസും ഇതൊക്കെ വന്ന സമയത്ത് കലാപരമായ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ 18 വീസ് ഓർക്കസ്ട്രയായിട്ട് പോകുന്ന ട്രൂപ്പാണ് ഉള്ളത്. അത് ശരിക്കും ചില മാനസിക സംഘർഷങ്ങളൊക്കെ എൻ്റെ ആർട്ടിസ്റ്റുമാർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒരു 3 വർഷം മുമ്പ് വരെ വലിയ പ്രയാസത്തിലായിരുന്നു. കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ഈ പരിപാടിക്ക് ചെല്ലുന്നിടത്തൊക്കെ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും പറയണില്ല. പക്ഷെ ഇപ്പം എല്ലാം നല്ല സ്മൂത്തിലായി. ഒരു ടെൻഷൻ കഴിഞ്ഞിട്ട് നല്ല സ്മൂത്തിലുള്ള ഒരു കാലത്തോടെ പോണത്. അപ്പോൾ ഇനി സിനിമയും കൂടെ വരുമ്പോഴത്തേനും ഈ പറഞ്ഞ 2025 എല്ലാം നന്നായിട്ട് പോകും. പിന്നെ എൻ്റെ കുറേ കേസുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് സാമ്പത്തിക കേസ്, അതെല്ലാം ഈ 2025 ഞാൻ തീർക്കും. ഇപ്പോൾ കലാഭവൻ പൈസ ഒന്നും തീർത്തില്ലെങ്കിലും ഞാൻ തീർത്തിട്ട് ഞാൻ കലാഭവനായിട്ട് കേസ് പറഞ്ഞ് മേടിക്കും. അതിനാണ് നിൽക്കണം. അപ്പോൾ 2025 എല്ലാം ഒന്ന് അവസാനിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ആ കൂടെ തന്നെ ബാലഭാസ്കർ കേസിൽ ഒരു നല്ല റിസൾട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് നമ്മൾ
പ്രയത്നിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എൻ്റെ ഒപ്പം തന്നെ ബാലുവിൻ്റെ അച്ഛനും അമ്മയും വളരെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. ഇപ്പം ഈ 6 വർഷത്തിൻ്റെ ഇടയ്ക്കും ഒരു ആഴ്ച പോലും എന്നെ വിളിക്കാത്ത ദിവസമല്ല ഉണ്ണിച്ചേട്ടൻ. അതേമാതിരി തന്നെ അഡ്വക്കേറ്റ് രാമൻ കർത്ത സാർ, അദ്ദേഹം നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ മറ്റേ കേസുകളൊക്കെ ഉണ്ടല്ലോ, ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞ മാതിരിയുള്ള ഈ കലാപനായിട്ട് കേസ് നടത്തുന്ന ബിന്നി കമൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാറാണ്, ബിന്നി കമൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാറാണ്, അദ്ദേഹമാണ് ആ കേസുകൾ നടത്തുന്നത്. അപ്പം നമ്മൾ ചെന്നില്ലെങ്കിൽ അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. കർത്ത സാറുണ്ട്. പിന്നെ നമ്മുടെ ബാലുവിൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, പ്രിയ വേണുഗോപാൽ. പുള്ളിക്കാരത്തി അങ്ങനെ എപ്പോഴും വിളിക്കണില്ലെങ്കിലും ബാഹ്യമായിട്ട് നമ്മളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കേസിനൊന്നും പോകേണ്ടിയിരുന്നില്ല, ഒരു എവിഡൻസ് ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അത് തോന്നിയിട്ടില്ല. അതെന്തോ ഒരു ഇൻസ്പിറേഷൻ കണക്ക് നമ്മളത് മുന്നോട്ടേക്ക് പോകാം, നമ്മളെന്തോ ശക്തി നയിച്ചുകൊണ്ട് പോണ മാതിരിയാണ് നമുക്ക് തോന്നണത്. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും, അതിപ്പോൾ മാഡം ചോദിച്ചാൽ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട്. എനിക്ക് അങ്ങനെ ഒരു ഇപ്പം നിങ്ങൾ മിനിങ്ങാന്നൊരു ഇൻ്റർവ്യൂവിന് വിളിച്ച് ഞാൻ വന്നില്ല, ഇവിടെ ഇന്ന് വിളിച്ച് ഞാൻ വന്നില്ല. ഇതേമാതിരി പലരും വിളിക്കുന്നിടത്തൊക്കെ പോയി ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരോട്. ഈ സിനിമയായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു മീഡിയയിൽ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇതിനു മുമ്പ് ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ. ബാക്കിയെല്ലാം ബാലഭാസ്കർ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ് ചെല്ലുന്നത്. അതെല്ലായിടത്തും അവർ പറയുന്ന സമയത്ത് ഇരുന്ന് അത്രയും തന്നെ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ 2025 ആകുമ്പോഴേക്കും ചേട്ടൻ വിചാരിക്കുന്ന പോലെ എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ആയി നമുക്ക് CBI കോർട്ട് ഡയറിയും അതുപോലെ OTT-ൽ റിലീസ് ചെയ്യാൻ പോകുന്ന ചേട്ടൻ്റെ ജീവിത കഥയും എല്ലാം കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ആ സിനിമ CBI കോർട്ട് ഡയറി ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടെ അതിലെ എല്ലാവരുമായിട്ടൊന്ന് കാണണം. അതിനു മുമ്പ് നമ്മുടെ ജീവിതകഥ വരുമ്പോഴും കാണണം, തീർച്ചയായിട്ടും. പ്രൊമോഷൻ കിട്ടണ്ടേ ഇതിനകത്ത്. അതെ, സജീവന എൻ്റെ ഒരു നല്ല ബ്രേക്ക് ആയിരിക്കും ഈ പടം. കാരണം ഇപ്പോ സംവിധായകന്റെ പേരോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല. CBI കോർട്ട് ഡയറിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, അപ്പൊ എല്ലാം എല്ലാവരുമായിട്ട് ധാരണയായിട്ട് നിൽക്കണതാ അതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.